പൊന്നാനി കപ്പൽ നിർമ്മാണശാലയ്ക്ക് തുരങ്കം വെക്കുന്ന നീക്കത്തിൽ നിന്ന് പൊന്നാനി MLA പിന്മാറണമെന്ന് CPM ജില്ലാ സെക്രട്ടറി VP അനിൽ. നിരാകരിക്കുന്ന സമീപനം എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് മന്ത്രിക്ക് ഇതിൽ പറയാനുള്ളത്? നിശബ്ദനാണല്ലോ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എടുത്തുള്ള തീരുമാനത്തിനെതിരായി അതേ വിഭാഗത്തിൽപ്പെട്ട UDF-ൽപ്പെട്ട ഒരു MLA വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. ഇതുവരെ നിശബ്ദനായി നിൽക്കുകയാണ്. പറയണ്ടേ ഇതിനോടുള്ള സമീപനം എന്താണെന്നുള്ളത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ പദ്ധതി തുരങ്കം വെക്കുന്ന നിലപാടുകളിൽ നിന്ന് പിന്മാറണമെന്നുള്ളത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? അത് വ്യക്തമാക്കാൻ അയാൾ തയ്യാറാവണം. ഇവിടെ വലിയ വികസന സാധ്യതയുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഏത് ഗവൺമെന്റാണ് എന്നുള്ളതല്ല, ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് മറ്റൊരു ഗവൺമെന്റ്. ആ വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF ഗവൺമെന്റ് കാലയളവിൽ വിവിധങ്ങളായുള്ള തടസ്സങ്ങളിലൂടെ അവരവസാനിപ്പിച്ചിട്ടുള്ള ദേശീയ ഹൈവേ ഞങ്ങൾ നടപ്പിലാക്കിയല്ലോ. ഞങ്ങൾ വേണ്ടതില്ല എന്നുള്ളതല്ലല്ലോ നിശ്ചയിച്ചത്. തടസ്സങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ഇച്ഛാശക്തിയോട് കൂടിയിട്ട് UDF ഗവൺമെന്റ് മുട്ടുമടക്കിയിട്ടുള്ള പദ്ധതി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കി. ഇന്ന് അതിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? അത് പൂർണ്ണമാകുന്നതോടുകൂടി കേരളത്തിലെ ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് സമയം കളയേണ്ട അവസ്ഥ ഉണ്ടോ? ഇവിടുന്ന് കോഴിക്കോടെത്താൻ 1 മണിക്കൂർ മതിയാവും. അതിനുള്ളിൽ ഇന്ന് കോഴിക്കോടെത്താം. നേരത്തെയോ എത്ര മണിക്കൂറുകൾ ചെലവഴിക്കണം? ആ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. ഒരു ദേശീയ ഹൈവേ മാത്രമല്ല, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ആ രീതിയിലെല്ലാം തന്നെയുള്ള മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗവൺമെന്റ് നിലനിൽക്കേണ്ടത്. അല്ലാതെ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുരങ്കം വെക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഓരോ രംഗങ്ങളിലും കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നതിന് വേണ്ടി ഈ കേരളം അഭിമാനത്തോടുകൂടി കണ്ടിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ, ക്ഷേമ പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.